എന്തൊക്കെ പ്ലാനുകളായിരുന്നില്ലേ? നോറയെ ക്യാപ്റ്റനാക്കാം, നോറ പിന്നെ ബാക്കിയുള്ള അംഗങ്ങളെയെല്ലാം പവർ ടീമിലേക്ക് വിടുന്നു. എന്തൊക്കെ പ്ലാനുകളായിരുന്നു! എല്ലാം പൊളിച്ചടുക്കി ബിഗ് ബോസ് കൊടുത്തിരിക്കുകയാണ്. കാരണം ഇവർ 4 പേരെയും ജയിച്ച ടീമിലെ ടണൽ ടീമിലെ 4 പേരെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിപ്പിക്കുക. അതിൽ നിന്ന് വിജയിക്കുന്ന ഒരാളായിരിക്കും ക്യാപ്റ്റൻ ആകുന്നത്. അത് വേറെ ഒന്നുമല്ല, സ്റ്റമ്പിലെ ബോൾ എറിഞ്ഞു കൊള്ളിക്കുക എന്നുള്ളതാണ്. ക്രിക്കറ്റ് തന്നെ. അപ്പം ക്രിക്കറ്റ് ഏകദേശം എല്ലാവരും അറിയാവുന്നതായിരിക്കാം. പക്ഷേ ഈ ടാസ്ക് എനിക്ക് തോന്നുന്നു മുടിയനും അഭിഷേകിനും ഒരു നേരിയ എഡ്ജ് ഉള്ള ഒരു മത്സരമായി. പ്രത്യേകിച്ച് മുടിയൻ ഇത് ജയിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. പ്രൊമോയ്ക്കകത്ത് ആരും ജയിക്കുന്നു എന്ന് അവർ വ്യക്തമാക്കത്തില്ലല്ലോ. പക്ഷേ നമ്മുടെ റസ്മിനും മുടിയനും ഓരോ ബോൾ എറിഞ്ഞു കൊള്ളിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ബാക്കി ആരും എറിയുന്നത് കൊള്ളുന്നതായിട്ട് കാണിക്കുന്നില്ല. പക്ഷേ അഭിഷേക് ശ്രീകുമാറിൻ്റെ പ്രൊമോയ്ക്കകത്ത് അഭിഷേക് ശ്രീകുമാറിൻ്റെ ബോൾ എറിയുന്നതായിട്ട് കാണിക്കുന്നു. ആ ബോൾ എങ്ങോട്ട് പോകുന്നു എന്ന് പോലും കാണിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അഭിഷേക് ശ്രീകുമാറാണ് ഈ ടാസ്കിൽ വിജയിക്കാൻ സാധ്യത കൂടുതൽ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ മുടിയനുമുണ്ട്. പിന്നെ റസ്മിൻ ഒരു PT ടീച്ചറാണ്. റസ്മിനും അത്യാവശ്യമൊക്കെ ബോൾ എറിഞ്ഞ് കൊള്ളിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ഒരു ക്യാപ്റ്റൻസി മത്സരത്തിൽ ഈ ഒരു ഗെയിം അത്ര മികച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിലും മികച്ചൊരു ഗെയിം കൊടുക്കാമായിരുന്നു. പക്ഷേ അത് കൊടുത്തില്ല. ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ ഗെയിമുകൾ സ്റ്റാൻഡേർഡ് പുലർത്തുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോ വ്യക്തികൾക്കും ഗെയിം കൊടുത്തിരുന്നെങ്കിൽ അല്പം കൂടെ ടാസ്കൊക്കെ കൊടുത്തിരുന്നെങ്കിൽ അല്പം കൂടെ ഒരു എന്താ പറയുന്നത് ഗുമ്മ് കിട്ടിയേനെ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇത് എന്തോ ഏതായാലും എല്ലാവരുടെയും പ്ലാനുകളൊക്കെ പൊളിച്ചടുക്കി ബിഗ് ബോസ് കൈ കൊടുത്തു. ഇനിയും ഇവരിൽ ആര് ക്യാപ്റ്റനായാലും പവർ ടീമിലേക്ക് ആര് വരും എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് കാണണം. നോറയാണെങ്കിൽ ജാസ്മിനും ഗബ്രിയൊന്നും വരാൻ സാധ്യതയില്ല. പക്ഷേ റസ്മിൻ ക്യാപ്റ്റൻ ആവുകയാണെങ്കിൽ ജാസ്മിനും ശ്രീതു, അർജുൻ, ഗബ്രി ഇവർക്കെല്ലാം തന്നെ ചാൻസ് ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെയെങ്കിൽ ഈ കളിച്ചത് മൊത്തം വെറുതെ ആകും എന്നതെനിക്ക് തോന്നുന്നു. ഏതായാലും ജിൻഡോയെ പവർ ടീമിലേക്ക് എടുക്കുമെന്ന് പറഞ്ഞു. അതെന്തുമാത്രം പ്രാവർത്തികമാണെന്ന് കണ്ടറിയാം.